അല്ല, ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം നമ്മുടെ നാട്ടിൽ ഈ വൈകാരികത കുത്തിത്തിരുത്തി വസ്തുതകളെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളെയും ദുരുപയോഗപ്പെടുത്തി പ്രചരണം നടത്തുക എന്ന് പറയുന്നതാണ് ഈ സംഘം കുറച്ച് കാലമായി ശീലിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കൃത്യമായിട്ട് ഫലപ്രദമായിട്ട് ശാസ്ത്രീയമായിട്ട് കൗണ്ടർ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കും. മോഡിയുടെ ശേഷിയും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ടും ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെതിരെയുള്ള വസ്തുതകൾ നിരത്തിക്കൊണ്ടുള്ള വലിയ ക്യാമ്പയിൻ ആരംഭിക്കും. അങ്ങനെ ക്യാമ്പയിൻ ആരംഭിക്കാൻ വേണ്ടി എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട്. CPI സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിരിക്കും. മാധ്യമങ്ങളും ആ കാര്യത്തിനകത്ത് ശരിയായ നല്ല പങ്കുവഹിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇല്ല, ഇന്ത്യ പാർട്ടികളുടെ ഇനിയുള്ള യോഗം എനിക്ക് തോന്നുന്നു ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അത്ര ഒരു യോഗത്തിന് ഇനി സ്കോപ്പില്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ യോഗം ചേർന്നിരുന്നു. പുതിയ സാഹചര്യങ്ങളിൽ ഇനിയിപ്പോൾ പാർട്ടി നേതാക്കന്മാരുടെയും ഫ്ലോർ ലീഡേഴ്സിൻ്റെ ഒക്കെ യോഗം, പ്രത്യേകിച്ച് പാർട്ടി നേതാക്കന്മാരുടെ യോഗം അതിന് ശേഷമേ നടക്കുകയുള്ളൂ. ഇനി നമ്മുടെ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് ശേഷം. ഇന്നലെ ഈ ഒരു ബില്ല് കൊണ്ടുവരുന്നു, അത് വലിയ തോതിൽ ആഘോഷമാക്കി BJP അത് മാറ്റി, പിന്നീട് അത് പരാജയപ്പെടുന്നു. സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ അത് മാറ്റാനൊക്കെ പറ്റുന്ന പ്രതീക്ഷയുണ്ടാവും. അല്ല, ഉറപ്പായിട്ട് നമ്മൾ നോക്കൂ, ഇവരുടെ ഈ തന്ത്രങ്ങളെ, ഈ ഗീബൽസിയൻ തന്ത്രങ്ങളെയും തട്ടിപ്പുകളെയും തരികിടകളെയും വലിയ പരിധിയോളം അതിജീവിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം അതിൻ്റെ പേരിൽ പ്രത്യേക സമ്മേളനത്തിൻ്റെ ദിവസങ്ങൾ നീട്ടി, അതായത് നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ നീട്ടി, വളരെ വൈകാരികമായ ഒരു പ്രസംഗം നടത്തി. പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. 500 വർഷക്കാലത്തെ ഇന്ത്യയുടെ ചരിത്രത്തിൽ കണ്ട ഉത്തമ പുരുഷനാണ് പ്രധാനമന്ത്രി എന്ന് മട്ടിൽ പ്രകീർത്തിക്കുന്ന, രാമനെപ്പോലും അവമാനിക്കുന്ന ഒരു പ്രമേയം ഈ BJP പിന്തുണയോട് കൂടിയിട്ട് നമ്മുടെ പാർലമെൻറ്റിൽ അംഗീകരിച്ചു. എന്നിട്ട് എന്തുണ്ടായി? തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മോഡിയുടെയും സംഘത്തിൻ്റെയും ഭൂരിപക്ഷം കുറഞ്ഞു. അബ്കി ബാർ 400 എന്ന് പറഞ്ഞ് ഭഗവാൻ ഉപയോഗപ്പെടുത്തി പക്ക നഗ്നമായ ഈ നമ്മുടെ സംവിധാനങ്ങളെ ലംഘനമായിരുന്നു അത്. ആ പ്രമേയം പോട്ടെ, അതിനുശേഷം നടന്ന പ്രസംഗങ്ങളെല്ലാം തന്നെ. എന്നിട്ടെന്തായി? BJPക്ക് കേവല ഭൂരിപക്ഷം തനിച്ച് ഒരു പാർട്ടി മേൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇന്ത്യൻ ജനതയുടെയും നമ്മുടെ മുമ്പിലുള്ള അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വികാരം വെച്ചുകൊണ്ടുള്ള കളി എന്ന് പറയുന്നത് ജനങ്ങൾ മനസ്സിലാക്കും. സ്വാഭാവികമായിട്ടും അതിനേക്കാൾ മോശപ്പെട്ട അനുഭവം ഇവർക്കുണ്ടാവും. 2029 ഉള്ള യാത്ര ഇവർക്ക് സുഗമമല്ല, കാലിടറുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാടകങ്ങൾ ഇപ്പോഴേ ആരംഭിക്കുന്നത്. ഇത്തവണ കുറച്ചും കൂടെ നേരത്തെ നാടകം തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നലെ TMC, DMK, കോൺഗ്രസ് ഈ 3 പാർട്ടികളെ പേരെടുത്ത് കൂടുതൽ തവണ പറഞ്ഞത്. ബംഗാൾ, തമിഴ്നാട് ഇലക്ഷൻ കൂടെ ഒരു പ്രത്യേക ലക്ഷ്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ആ സീക്വൻസ് നമ്മൾ നോക്കണം. അതായത് കോൺഗ്രസ് സ്വാഭാവികമായിട്ടും പറഞ്ഞു, മറ്റു പാർട്ടികളെക്കുറിച്ച് പരാമർശിച്ചു. പക്ഷേ 3-4 തവണ ഈ DMK, TMC, പിന്നെ SP പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന 2 സംസ്ഥാനങ്ങൾ, അത് കഴിഞ്ഞ ഇലക്ഷൻ നടക്കാൻ പോകുന്ന UP. അപ്പോൾ അത് ഒരു പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ BJP നേതാവായിട്ടല്ല അഭിസംബോധന ചെയ്യേണ്ടത്. BJP നേതാവായിട്ട് അഭിസംബോധന ചെയ്യാൻ പത്രസമ്മേളനം നടത്താം, BJP ഓഫീസിൽ നിന്ന് പത്രസമ്മേളനം നടത്താം, അല്ലെങ്കിൽ റാലി നടത്താം. ദേശീയ പൊതുമാധ്യമങ്ങളെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു പ്രസംഗം നടത്തുമ്പോൾ ഒരു BJPയുടെ ഒരു RSSൻ്റെ ഒരു സംഘാടകനായിട്ടല്ല ഒരു പ്രധാനമന്ത്രി പ്രസംഗിക്കേണ്ടത്. അദ്ദേഹം ഈ ആളുകളുടെയും കൂടെ പ്രധാനമന്ത്രിയാണ്. ആ സാമാന്യമായ മര്യാദ മറന്നുപോയി എന്ന് പറയുമ്പോൾ എത്ര നിർഭാഗ്യരാണ്. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഹിപ്പോക്രാറ്റാണ് പ്രധാനമന്ത്രി എന്ന് കാലം വിധി എഴുതും.